ഹായ് എവരി വൺ, വെൽക്കം ടു മജീസ് ഫുഡ് ടെക്. ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു അടിപൊളി എഗ് പൊട്ടാറ്റോ ബോൾസ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടി ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 4 ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3 ബോയിൽഡ് എഗ്ഗും എടുത്തിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ മാഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിൽ വെച്ചിട്ട് പൊട്ടാറ്റോ മാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കല്ലെങ്കിൽ പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തെടുക്കാം. പൊട്ടാറ്റോ ഓരോന്നായിട്ട് അച്ചിലേക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്ത പൊട്ടാറ്റോ ഫോർക്ക് വെച്ചൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. പൊട്ടാറ്റോ കട്ടയൊന്നും ഇല്ലാതെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം 2 ഒണിയൻ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. സവാള അധികം വഴറ്റണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. 1 സ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായി 1/4 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും പുതിനയും ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫാക്കി പാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല മിക്സിലേക്ക് മുട്ട ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എഗ്ഗിൻ്റെ വൈറ്റ് പാർട്ടൊന്നും പൊട്ടിപ്പോവാണ്ട് സൂക്ഷിക്കണം. ഇനി ഇതിലേക്ക് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുത്ത് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് ഓരോന്നായി ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ കൈ വെച്ച് ഓരോന്നോരോന്നായി ബോൾസ് ആക്കി എടുക്കാം. ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ബോൾസ് ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 4 ടേബിൾ സ്പൂൺ കടലമാവ്, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് കായം പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാം ഇനി ഒരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചായി വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒറ്റയടിക്ക് നമ്മൾ കുറേ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റർ ചിലപ്പോൾ നല്ല ലൂസായി പോകും. നമുക്ക് അത്ര ലൂസാവാൻ പാടില്ല. ബാറ്റർ ഒരു തിക്ക് ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതുപോലെ വിസ്ക് വെച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ ആക്കി എടുക്കാം. ഇനി ഓരോ ബോൾസും ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. സ്റ്റവിൽ പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓരോ ബോൾസും മാവിൽ മുക്കിയിട്ടുള്ള ഓരോ ബോൾസും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നമുക്ക് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണ വാർത്തി ഒരു ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് പൊട്ടാറ്റോ ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.